അല്ലണ്ട് അർക്കെന്ന് പറയുമ്പോ ഒരു വസുവാസം പോലും വന്നില്ല. സ്വപ്നത്തിലാ പറയുന്നത്. സ്വപ്നം കാണാൻ അർക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത്. എന്നിട്ട് പോലും ഒരു വസുവാസം വന്നില്ല. കാരണം ഞാൻ നബിയാണ്, എനിക്ക് സ്വപ്നം കാണുന്നത്. എന്നിട്ട് അള്ളാഹ് ഒരു ഇല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ് അറുക്കാൻ പോവാണ്. നമ്മൾ ചിന്തിച്ച് നമ്മൾ അവിടെ വെച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഇഷ്ടങ്ങൾ എത്ര അർത്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടങ്ങൾ എത്ര പോലെ അർത്തിട്ടുണ്ട്. ഇഷ്ടത്തെയാണല്ലോ അർക്കുന്നത്. ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഓരോ രംഗത്തും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ പണം, ഇന്ന സ്വലാത്തി വനുസുഖവും മഹയായവും എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അള്ളാഹുവിനാണെന്ന് നമ്മൾ പറയുന്നത് 5 വക്തിൽ. എന്നിട്ടോ അള്ളാഹിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ മടിമുറിച്ചു. ടിപ്പു സുൽത്താൻ പറഞ്ഞ പോലെ പൂച്ചയെ പോലെ 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പുലിയെ പോലെ ഒരു നിമിഷം ജീവിച്ചൂടെ സൈനുദ്ദീനെ? അതല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക, ധൈര്യമായി ഉറങ്ങുക, ധൈര്യമായി എഴുന്നേൽക്കുക. ഏതെങ്കിലും രാത്രിയിലോ പകലിലോ ധീരമായിട്ട് ഈ കലിമയിൽ മരിക്കാൻ പറ്റുക. അതാ ഒരു മുസ്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഒരു ഈദുൽ അദ്ഹ കൂടി ആഘോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നൽകി. അതിനുള്ള ദീർഘായുസ്സും ആരോഗ്യവും നമ്മൾ നൽകി. ഇതിലേറ്റവും പ്രധാനമായി പറയുന്ന, നമ്മൾ പ്രധാനമായി ചെയ്യാനുള്ളത് എന്താണ്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെരുന്നാളാണ്, ഈദുൽ അദ്ഹയാണ് അല്ലെ? ഇതിൽ എത്ര ആൾക്കാർ നമ്മളൊക്കെ ഇപ്പോ വസ്ത്രം ധരിച്ചു, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ഈ വസ്ത്രം ധരിച്ചപ്പോ അത് അള്ളാഹു നൽകിയല്ലോ എന്നുള്ളതില് ഹംദ് ചെയ്തവർ എത്ര ആൾക്കാരുടെ വസ്ത്രം ധരിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് വസ്ത്രം ധരിച്ചവരും, ഒരു മുത്തനബിന് പേര് സ്വലാത്ത് ചൊല്ലിയവരും, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ കസാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഔറാ ബിഹി മാ ഔറതി വ തജമ്മലു ബിഹി ബൈനന്നാസ്. പുതുതായി വസ്ത്രം ധരിക്കുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിനാണ്, അവൻ എന്നെ വസ്ത്രം ധരിപ്പിച്ചു, എന്റെ ഔറത്ത് മറച്ചു തന്നു, മാത്രമല്ല അതുകൊണ്ട് ഞാൻ ജനങ്ങളെ മുന്നിൽ ഭംഗിയായി, വതജമ്മലു ബിഹി, ഈ വസ്ത്രം കൊണ്ട് ഞാൻ ഭംഗിയാകുന്നു ബൈനന്നാ, ജനങ്ങളിടയിൽ. അൽഹംദുലില്ലാ. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ പച്ച മലയാളത്തിൽ അൽഹംദുലില്ലാ, പഠിച്ചവനെ നല്ലൊരു വസ്ത്രം തന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ആത്മഗതം ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാർ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസമാണ്, ഇത് ഇബാദത്തിന്റെ ദിവസമാണ്. എത്ര ആൾക്കാർ പള്ളിയിൽ മാത്രം തക്ബീർ ചൊല്ലിയത്? സ്ത്രീകളായാലും ശരി, വീട്ടിൽ നിന്ന് എത്ര തക്ബീർ ചൊല്ലി? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തക്ബീർ ചൊല്ലി. ഇത് ഇബാദത്താണല്ലോ, ഇത് നല്ലൊരു ദിവസമാണല്ലോ. പഠിച്ചോനെ, ഇത് തക്ബീറല്ല, ഞങ്ങളോട് പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ മൃഗങ്ങളെ കാണുമ്പോ, ഇപ്പൊ നമ്മള് മൃഗങ്ങളെ കണ്ടു, അപ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തക്ബീർ വന്നോ? നാവ് കണ്ടത് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്ത് ഇതിൽ ആരൊക്കെ എടുത്തു എന്നുള്ളത് ഒരു വലിയൊരു വിഷയമല്ലേ? നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കണം എന്താണ്? ഞാൻ സുന്നിയാണോ മുജാഹിദാണോ? ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണോ തബ്ലീഗാണോ? ഞാൻ ഇകെയാണോ AP ആണോ സംസ്ഥാനയാണോ അതല്ല ജില്ലയാണോ? ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മുദ്രാവാക്യം വിളിച്ച് നടക്കലൊക്കെ അവിടെ നിർത്തട്ടെ. നമ്മൾ ഇതിപ്പോ എന്താണ് ഈ സംഘടനകളൊക്കെ ഉണ്ടായിട്ടുള്ള? എന്തിനാ? തരീഖത്താണോ ഹക്കീക്കത്താണോ? ഏത് സംഘടന, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അല്ലാഹു തആല നമ്മളിലേക്ക് ഒരു റസൂലിനെ അയച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ നമുക്ക് സന്ദേശങ്ങൾ അറിയിച്ചു തന്നു. ഈ സന്ദേശം പരമാവധി കേൾക്കുവാനും പരമാവധി അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും അതെന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാത്തത് കൂടി കൂടുതൽ അറിയണം, എന്നിട്ട് അത് പ്രാവർത്തികമാക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ഇന്നത്തത് നോക്കാം, രാവിലെ മുതലുള്ളത് ആരൊക്കെ തക്ബീർ പള്ളിയിൽ വന്നപ്പോ കുടുങ്ങി തക്ബീർ ചൊല്ലി, പള്ളിയിൽ വന്നിട്ടും തക്ബീർ അല്ലാതെ സലാത്ത് ചൊല്ലിയവര്,
ആ ആ ആ ബാധ്യത ഉണ്ട് കഴിച്ചോര്, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ള ബാധ്യത കഴിച്ചോര്. അതുപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ട് തക്ബീർ ഇല്ലയോ, വസ്ത്രം ഇടുമ്പോൾ ഇതേപോലെ ബിസ്മി ചൊല്ലിയിട്ടും അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ കസാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നുള്ള ഈ ദിക്ർ ചൊല്ലിയോ, ഹംദ് ചൊല്ലിയോ? അള്ളാഹ് തന്നതിനുള്ള ബോധം വന്നോ? വെള്ളം കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഇനി പുറത്തു വരുമ്പോ ഞാൻ അള്ളാന്റെ പള്ളിക്കാണ് പോണത്, ഇത് മുഅക്കദായ സുന്നത്താണ്, സുന്നത്ത് നിസ്കാരാണിത്, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ പ്രതിഫലം ഉണ്ട്. പള്ളിയിൽ പോകുമ്പോൾ ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചോർ എത്ര ആൾക്കാരുണ്ട്? അവിടെ അള്ളാനെ ഓർത്ത് ഇരുന്നോർ എത്ര ആൾക്കാരുണ്ട്? നിസ്കരിക്കുമ്പോ ഏകാഗ്രതയോടുകൂടി പടച്ചോനെ കബൂലാക്കല്ല, ഈ നിസ്കാരം കഴിയുമ്പോൾ ഈ നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചാണെങ്കിൽ എന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടൂന്നാ. അങ്ങനെ നിസ്കരിച്ചവരുണ്ടോ? അതുപോലെ തന്നെ ബലിപെരുന്നാൾ സുന്നത്ത് കുളി, അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ എന്റെ കഴിഞ്ഞ ബലിപെരുന്നാൾ മുതൽ ഈ ബലിപെരുന്നാളുമുള്ള പാപങ്ങളുടെ കറകള് ഈ വെള്ളത്തിനോട് ഒഴുകിപ്പോകും എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ പാപങ്ങൾ ഇതാ പോണു. ആ ഒരു നിയ്യത്തിൽ കുളിച്ചവർ എത്ര ആൾക്കാരുണ്ട്? അതിലെ പാട്ടുപാടി മൂളിപ്പാട്ട് പാടി കുളിച്ചവരാണോ? അല്ല വേറെ ഏതെങ്കിലും ചിന്തയിലാണോ കുളി നടന്നത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഓരോ പെരുന്നാളുകൾ വരുമ്പോഴും ത്യാഗത്തിന്റെ സ്മരണകൾ നമ്മൾ പറയും. നമ്മൾ എന്ത് ത്യാഗം ചെയ്തു? മനസ്സുകൊണ്ട് പോലും നമ്മൾ ത്യാഗം ചെയ്യുന്നുണ്ടോ? നമ്മൾ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ നമ്മളിൽ പകർത്താൻ വേണ്ടി എത്ര ത്യാഗം ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിൽ? ഇതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ മൊത്തം മുഴുക്കെ അള്ളാന്റെ റസൂല് രാവിലെ മുതൽ രാത്രി വരെ ഓരോ കാര്യത്തിനും അള്ളാന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരികളെ, അള്ളാന്റെ റസൂല് പറഞ്ഞതുണ്ട്, അത് പഠിക്കണം, അതിനുവേണ്ടി മനസ്സ് വെക്കണം, ബുദ്ധി വൈഭവം ഉണ്ടാക്കണം, ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും പഠിക്കണം. അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് ഒരു ഉസ്താദ് ചൊല്ലിക്കാട്ട്, ഞാൻ പറയട്ടെ, ഇഷ്ടംപോലെ ഉസ്താദന്മാർ നമ്മളിലുണ്ട്. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് വേണം ഉസ്താദ് നിന്നോട് പറയാൻ ആവശ്യപ്പെട്ടവർ എത്ര ആൾക്കാരുണ്ട്? പഠിച്ചവർ എത്ര ആൾക്കാരുണ്ട്? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് തുടക്കത്തിൽ എന്ത് ചൊല്ലണം, എന്തെല്ലാം അഭയം തേടാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ കർമ്മം കഴിയുമ്പോൾ എന്തൊക്കെ ചൊല്ലണം, അല്ലേ? ഇതെല്ലാം ചുരുങ്ങിയത് പറഞ്ഞ് തുടക്കത്തിന്റെ പറയാണ്. ഇത് നമ്മൾ ഇതൊക്കെ പഠിക്കുകയും നമ്മൾ അത് പ്രവർത്തിക്കുകയും വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്. മനസ്സിലാവുണ്ടോ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബലിയർപ്പിക്കുക എന്ന് പറയാൻ നല്ല സുഖാണത്. അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരല് കുറച്ച് പ്രയാസം. അൽഹംദുലില്ലാ. അപ്പൊ അതിന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞ ബലിയർപ്പണാണ്. നമ്മളെ നെഫ്സിന്റെ ഇച്ഛകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഹൃദയത്തിൽ കൈ വെച്ചിട്ട് നിങ്ങൾ പറയും, നമ്മളൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിന് പിൻപറ്റുക. അല്ലേ? എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്? ഞമ്മക്ക് മനസ്സിലാതെ ഈമാനിന്റെ ഒരു മില്ലത്തിന്, ഇസ്ലാമിന്റെ മില്ലത്ത്. ഈമാന്റെ മില്ലത്തിൽ നമ്മൾ എത്ര പിൻപറ്റിയിട്ടുണ്ട്? അത് ഈമാനാണല്ലോ. അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം, അതാണ് ഈ തക്ബീർ എന്ന് പറയുന്നത്. ഇതൊരു ഇബ്ലീസാണ്. ഇത് കൊണ്ടേ അതിഞ്ഞ ക്ലാസ് അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാന് നമ്മക്ക് മാതൃകയാണ് മക്കളെ. ഇത് നമ്മൾ മനസ്സിലാക്കി. ആ ഈമാന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ മടി, അമല് ചെയ്യാനും റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റാനും മടി, നേരത്തെ എണീക്കാൻ മടി, സുന്നത്ത് സ്കരിക്കാൻ മടി, ദിക്റെല്ലാം മടി, എല്ലാത്തിനും മടി. ഇങ്ങനെ നടക്കുക അഞ്ഞോവറായിട്ട്. നിർബന്ധമായിട്ടുള്ള നിസ്കാരം അതും ആർക്കൊക്കെ വേണ്ടി നിസ്കരിക്കണമായിരുന്നു. നമ്മൾ അതിലൊരു ഏകാഗ്രത ഇല്ല. വെറും തിന്നണം, കുടിക്കണം, ഇതൊക്കെ തന്നെ നമുക്ക് അറിയുള്ളൂ. അത് മൃഗങ്ങളെ സ്വഭാവമാണ്. ഈ സ്വഭാവത്തെ ബലിയർക്കണം. ഈ മൃഗങ്ങളെ ബലിയർക്കുമ്പോ മനസ്സിലാക്കേണ്ടതാണ് മൃഗീയമായ സ്വഭാവത്തെ ബലിയർക്കുക. നമ്മൾക്ക് ഇന്ന് പ്രധാനമായി ചൊല്ലാൻ പറഞ്ഞ എന്താണ്?
പറയ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ്. ഈ വലിപ്പത്തരം ഈ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അല്ലാഹു ആണ് ഏറ്റവും വലിയത് എന്നുള്ള യഖീനാക്കിയ ആളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹ് തന്നെയായിരുന്നു വലുത്. അത് നമ്മൾ കണ്ടതാണ്. ഞമ്മക്ക് അള്ളാഹ് വലുതാണോ? നമ്മൾ ചിന്തിച്ചു നോക്കണം, ശരിക്കും ചിന്തിക്കും ഓരോരുത്തരും, എന്നിട്ട് അത് മാറ്റം ഉണ്ടാക്കാൻ നോക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹ് വലുതായപ്പോ എന്തായി? ആരെയും പേടിച്ചില്ല, ഒരു സൃഷ്ടിനെയും പേടിച്ചു. മുപ്പർ ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ. മുപ്പർക്ക് ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ 16 എത്ര ചെറുപ്പം വയസ്സിലാണ് ആ നമ്രൂദിന്റെ ആ ആൾക്കാരെ അമ്പലത്തിൽ പോയിട്ട് ബിംബങ്ങളൊന്നാക്കി ഉടച്ച് ചാമ്പിയത്. ഒരു ഒറ്റയ്ക്ക് എന്തൊരു ധൈര്യം വേണോ? നല്ല ഉപകാരം ചെയ്യണുള്ളൂ, ഉപദ്രവം എത്തിക്കൊള്ളൂ എന്നുള്ള നല്ല യഖീൻ അവർക്കുണ്ട്. നിങ്ങൾക്കുണ്ടാ? പറയും. ആരും നെഞ്ഞത്ത് കൈവച്ചിട്ട് ധൈര്യമായിട്ട് പറയാനുള്ളവരുണ്ട്. മരിക്കാൻ പേടില്ലാത്ത ഇതിൽ എത്ര ആൾക്കാരുണ്ട്? മരിക്കാൻ പേടിയുള്ളവർ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ ചിന്തിച്ച്, നിങ്ങളെ ഉള്ളില് മരണം പേടിയുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോണാ നല്ലത്. ഈ ത്വരീഖത്തും കയ്യേറ്റ് നിങ്ങൾ മരണം പേടിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടമല്ല. നിങ്ങൾ അല്ലാഹു തആല പറയാണ് ഖുർആനിൽ, ഫതമന്നൗൽ മൗത്ത് ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹിന്റെ ആൾക്കാരാണെന്ന് ഖുർആനാണ് ഈ പറയുന്നത്. ഇതിനെ സംശയിക്കണം? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ മരണത്തെ കൊതിച്ചുകൊള്ളൂ. ആർക്കുണ്ട് ഇവിടെ മരിക്കാൻ പേടി? എനിക്ക് മരിക്കാൻ ആഗ്രഹം, എനിക്ക് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം, എനിക്ക് അവിടുത്തെ ലോകമാണ് എനിക്ക് ഏറ്റവും വലുത്, ഇവിടത്തേക്ക് വേണ്ട, എനിക്ക് ആ ലോകമാണ് വലുത്, അതാണ് ഏറ്റവും വലുത്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിലക്ക് ആഗ്രഹം വെച്ചിരിക്കുന്നവർ എത്ര ആൾക്കാരുണ്ട് നമ്മളിൽ? ഓരോരുത്തരും നെഞ്ഞിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മക്ക് മരിക്കടെ പേടി, അള്ളാ മരിക്കോ, എന്റെ ഉമ്മാനെവിടെ, എന്റെ പെണ്ണുങ്ങളെവിടെ, എന്റെ മക്കളെവിടെ, പഠിച്ചോനെ, പിന്നെ അതല്ല മരിക്കേ, എന്തപ്പ ഈ പറയണേ? എവിടുക്കാണ് ഈ പോണേ? വിശ്വാസം ഇല്ല. എവിടുക്കാ പോണെന്ന്? സ്വർഗത്തിലേക്ക് വേറെ എവിടുക്കാ ഒരു മുഅ്മിനിക്ക് പോവാനുള്ളത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ല അള്ളാഹിനോട്? സ്വർഗത്തിലേക്കാണ് പോവാനുള്ളത് നിങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രവാചകരിൽ വിശ്വസിക്കുന്നവരാണ്, പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? അപ്പൊ സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടല്ലോ? ഇത് ഞാൻ നിങ്ങളൊക്കെ തീരെ മരണത്തെ പേടിക്കണവരാണെന്ന് പറയല്ല, ഓരോരുത്തരും പറഞ്ഞാൽ മതി ഞാൻ ആരാണെന്ന്. ഞാൻ ഇന്നെ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് അങ്ങനെ വല്ല പേടി ഉണ്ടെങ്കിലും മാറ്റിയെടുത്തോളി. തൗബ ചെയ്ത് മരിക്കണേന് മുന്നിലെങ്കിലും മാറ്റിയെടുത്തോളി. അതിനാണ് ഈ ത്വരീഖത്ത്, അതിനാണ് ഈ ബയ്യത്ത്. ഇവിടെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇവിടെ കുറെ കാലം മനുഷ്യൻ 80 വയസ്സായ മനുഷ്യനോട് ചോദിക്കാച്ചാലും പറയും, ഇനിയൊരു 80 വയസ്സ് കൂടി ജീവിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്നാണ് ഓൻ ആഗ്രഹിക്കുക. ഈ മരണത്തെ പേടിച്ച് നടക്കുക, ഈ ദുനിയാവിനെ ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ വെറുതെയാണ് ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് കാണിച്ചു, ഒരാളെയും പേടിക്കാതെ നെഞ്ഞു വിരിച്ചിരുന്നു. മാത്രമല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വെറും നെഞ്ഞു വിരിച്ചെടുക്കൽ മാത്രമൊന്നല്ല, അതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എത്ര വയസ്സായിട്ട് എത്ര ആഗ്രഹിച്ചുണ്ടായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ് അങ്ങോട്ട് അറുക്കെന്ന് പറയുമ്പോഴത്തേന് വസുവാസ് പോലും വന്നില്ല. സ്വപ്നത്തിലാ പറയണത്. സ്വപ്നം കാണാൻ അറുക്കുന്നതായിട്ട് സ്വപ്നാണ് കാണുന്നത്. എന്നിട്ട് പോലും ഒരു വസ്വാസ് വന്നില്ല. കാരണം ഞാൻ നബിയാണ്, എനിക്ക് സ്വപ്നം കാണുക. എന്നിട്ട് അള്ളാഹ് ഒരു ഇതുമില്ലാത്ത എത്ര ഇഷ്ടപ്പെട്ട മകനെ അറുക്കാൻ പോവാണ്. നിങ്ങൾ ചിന്തിച്ച്, നമ്മൾ അവിടെ വെച്ച് ചിന്തിച്ചോക്കണം, നമ്മളെ ഇഷ്ടങ്ങൾ എത്ര അറുത്തിട്ടുണ്ട്, നമ്മളെ ഇഷ്ടങ്ങൾ എത്ര പോർ അറുത്തിട്ടുണ്ട്. ഇഷ്ടത്തെയാണല്ലോ അറുക്കണത്. നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി അറുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്? അള്ളാഹിന്റെ ഒരു കാര്യം മുന്നിൽ വന്നു, നമുക്കൊരു ആഗ്രഹമുണ്ട്, നല്ലൊരു ഓമനനായ അല്ലെങ്കിൽ ഒരു നല്ല ഉഷാറായ ഭംഗിയുള്ള, എനിക്കും എന്റെ ഭാര്യക്കും കുട്ടികൾക്കും താമസിക്കാനുള്ള ഒരു വീട്. ഇപ്പൊ അല്ലാഹു തആല നിങ്ങൾക്ക് കൊണ്ടുവന്നു ഒരു പള്ളി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാനുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇപ്പുറം ഒരു വീട്, ഇപ്പുറം ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഖാൻഗാഹ്, ദിക്ർ ചെയ്യുന്ന സ്ഥാപനം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ഇതിൽ എന്തിന് നിങ്ങൾ താല്പര്യം ഉണ്ടാക്കും? നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏറ്റവും അഭിമാനമായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായി തോന്നുന്നത് ഏതാണ്? നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്,
അല്ലെ? നമുക്ക് ഓരോരുത്തർക്കുള്ള ആഗ്രഹമാണ് എനിക്കൊരു വീട് വേണം, പക്ഷെ അപ്പുറം ഒരു ഖാൻഗാഹ് കാണാൻ, ഒരു പള്ളി കാണാൻ. ഇത് അല്ല പറയാണ്, ഇത് അതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കുക. അപ്പൊ നമ്മളുടെ ഈ ഇഷ്ടത്തെ, എന്റെ ദുനിയാവിലുള്ള ആഗ്രഹത്തെ, അതിനെയാണോ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുക? അതല്ല നാളെ അള്ളാഹിന്റെ കാര്യത്തിനാണോ പ്രാധാന്യം കൽപ്പിക്കുക? അവിടെ വരച്ചാൽ മതി നമ്മൾ ഏത് മില്ലത്താണ് എന്ന്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹ് ഇത് വീടുണ്ടാക്കണല്ലോ, ഇതാണല്ലോ ആദ്യം വേണ്ടത്, അതല്ല അള്ളാഹിന്റെതാണോ ആദ്യം വേണ്ടത്? എന്റെ വീടാണോ ആദ്യം ഉണ്ടാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭവനമാണോ ഞാൻ ആദ്യം ഉണ്ടാക്കേണ്ടത്? ഞാൻ തീരുമാനം എടുത്തോ. നിങ്ങൾ ഈ ആഗ്രഹത്തെ നിങ്ങൾക്ക് ഹനിക്കാൻ പറ്റുന്നുണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ? നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈമാൻ നോക്കാൻ വേണ്ടി പറയാണ്. അല്ല, നിങ്ങൾ വീട് ഉണ്ടാക്കണ്ടെന്നൊന്നും പറയണില്ല. നിങ്ങൾ അള്ളാഹിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹത്തെ ത്യജിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ വീട് അള്ളാഹു തആല ദുനിയാവിലും ദുരാഖിറത്തിലും. ആ ഈമാൻ ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ വരുമ്പോ ഇബ്ലീസ് അതായത് ഉസ്താദിന്റെ ഉടായിപ്പാണ്, മറ്റാട്ടുടായി ഓരോ മസലയിട്ട് വരും. അതുപോട്ടെ, അങ്ങനെ പോലെ ഓരോ കാര്യങ്ങളുണ്ടാവും. അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോ നമ്മൾക്ക് അതിന് എന്ത് ബലിയർപ്പണം നമ്മൾ നൽകിയിട്ടുണ്ട്? നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ വിനിയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളെ പണം വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ സമയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾക്ക് നമ്മൾക്ക് എന്താ പറയാ, നമ്മളെ ഭാര്യ കുട്ടികളായിട്ട് കാണാൻ നിൽക്കുന്ന ഒരു സദസ്സ് വന്നു, ദീനിന്റെ സദസ്സ് ഒരു ഭാഗത്ത് വന്നു, ഇൽമിന്റെ സദസ്സ് ഒരു ഭാഗത്ത് വന്നു, ദിക്റിന്റെ സദസ്സ് ഒരു ഭാഗത്ത് വന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മശായിഖ്മാർ മുഹ്യിദ്ദീൻ ഷെയ്ഖ് വിളിക്കാണ്, എന്റെ ഹൽക്കലേക്ക് വാ. ഖാജ വിളിക്കാണ്, എന്റെ ഹൽക്കലേക്ക് വാ. ഇവിടെ ഭാര്യയും കുട്ടികളും വിളിക്കാണ്, നിങ്ങൾ ഇവിടെ കുത്തിരിക്കും. നിങ്ങൾ ഈ മോഹത്തെ, ദുനിയാവിന്റെ മോഹത്തെ മാറ്റിയിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ആ വിളിക്ക് ഉത്തരം നൽകി നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എനിക്ക് കണ്ണ് കാണൂല, എനിക്ക് വയ്യ, എന്റെ സ്ഥലം കുറെ ദൂരാണ്, എനിക്ക് വാഹനമില്ല, എന്തൊക്കെ ഉടായിപ്പാട് നമ്മൾ പറയാം. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എനിക്ക് അള്ളാഹിന്റെ കാര്യം നാളെ സ്വർഗത്തിലേക്കുള്ളതാണെന്നുള്ള വിശ്വാസം ഇല്ല ആദ്യം. ഈ എന്റെ ഷെയ്ഖ് വിളിച്ചാ വിളിക്ക് ഉത്തരം ചെയ്യല്, അത് വാട്സപ്പിലോ വിളിച്ചാലും ശരി, എന്റെ ഷെയ്ഖിന്റെ സദസ്സിൽ പോയിരിക്കൽ, എന്റെ അള്ളാഹുവിന്റെ ദിക്റിൽ എന്റെ ഷെയ്ഖിന്റെ സാന്നിധ്യത്തിൽ പോയിരുന്നാൽ അത് സ്വീകാര്യാണെന്നുള്ള വിശ്വാസം പോലും ഇല്ല. മുനാഫിക്, കപട വിശ്വാസി. ഇതൊക്കെ അള്ള കാണുന്നുണ്ട്, റസൂല് കാണുന്നുണ്ട്. ആദ്യം നിനക്ക് ഈ വിശ്വാസം ഉണ്ടാവ്, ഇത് അള്ളാന്റെ ദിക്റാണ്, ഷെയ്ഖിന്റെ ദിക്റല്ല, ഇത് അള്ളാന്റെ ദീന്റെ ഇൽമാണ്. അവിടെ നീ പങ്കെടുക്ക്, അതിന് നാളെ മാശറയിൽ നിനക്ക് ഗുണം ഉണ്ടാവും. എനിക്ക് കൈക്ക് വയ്യ, കാലിന് വയ്യ, ജോലി ചെയ്ത് വന്നാ തളർന്നിട്ട് വയ്യ, കണ്ണാണാൻ വയ്യ, രാത്രിയാണ്, അല്ലെങ്കിൽ വാഹനം ഇല്ല എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളെ സ്വന്തം കാര്യമാണെങ്കിൽ എവിടുന്നെങ്കിലും ഒപ്പിച്ചു പോകും. ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെ ആണെന്നല്ല പറയണേ, ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഓരോ രംഗത്തും നമ്മൾ അള്ളാഹിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ പണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി, എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അള്ളാഹുവിനാണെന്ന് നമ്മൾ പറയുന്നത് 5 വക്തിലും. എന്നിട്ടോ അള്ളാഹിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ മടിമൂച്ചിലും. അള്ളാഹ്ക്ക് വേണ്ടി എന്താ ചെയ്ത്? നിസ്കരിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം അള്ളാഹ്ക്ക് എന്താ ചെയ്ത്? നിസ്കരിച്ചു. എവിടുന്ന്? കുടിന്റെ ഉള്ളിൽ നിന്ന്. അതും പള്ളി പോകൂല. എന്നിട്ട് വിചാരിക്കാൻ ഞാനിപ്പോ നേരെ സ്വർഗത്തേക്കാണ് ചോദിച്ചാ പറ, അത് ഞാൻ ഷെയ്ഖിന്റെ പയ്യത്ത്. ആ ഷെയ്ഖിനെ തന്നെ അംഗീകരിക്കണില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഷെയ്ഖ് പറഞ്ഞിട്ട് അനുസരിക്കണില്ല, പറച്ചിലതാണ്. എന്നിട്ട് പറയാ കുടിന്റെ ഉള്ളിൽ നിസ്കരിച്ചു. എടാ, അത് പെണ്ണുങ്ങളാണ്ട് ആ കുടിന്റെ ഉള്ളിൽ നിസ്കരിക്കേണ്ടി, പള്ളി പോയി നിസ്കരിക്കുക ആണുങ്ങളമാതിരി. ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ സഹോദരന്മാരെ? ഞാനിത് ഗൗരവപ്പെടുന്ന നിങ്ങൾ വിചാരിക്കേണ്ട. ഉസ്താദിന് തൊള്ളോർന്ന് ഇതെന്നെ പണി, നമ്മളെ കുറ്റം പറയല്ല പണി. നമ്മളെ കുറ്റം പറയല്ല. ഈ നീചമായ അവസ്ഥ ഏത് കാലം വരെ നമ്മൾ മാറണില്ലയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിങ്ങൾ വെറുക്കപ്പെട്ടവരാണ്, ഞാനും വെറുക്കപ്പെട്ടവരാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി എനിക്ക് മരിക്കാനിടയിൽ ശേഷമുള്ള ജീവിതത്തിൽ ഇനി എത്ര കാലം ജീവിക്കുന്ന വിചാരിച്ചു നിങ്ങൾ? അല്ല, നിങ്ങൾക്കൊന്നും പോയി ആർക്കെങ്കിലും എണീച്ചെന്ന് പറയാവോ? അല്ല, ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിക്കുന്ന ഇക്കൊന്ന് കാണണല്ലോ, അത് പറയും. ധൈര്യം ഗണിച്ചെന്ന് പറയും, എനിക്കൊന്ന് കാണണല്ലോ, ഞാനൊന്ന് അള്ളാഹിനോട് ബന്ധപ്പെട്ട് എത്ര വയസ്സ് വരെ ജീവിക്കുന്നു? എന്തുറപ്പിലാണ് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടോടോ? അത് മുഖദ്ദറാണ്. ആഖിറത്തിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പരിശ്രമിക്കാൻ അള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മടി. വയസ്സാവും തോറും മടി കൂടല്ല വേണ്ടത്, പ്രായാവും തോറും ഇതിന് ഉത്സാഹം കൂടാ വേണ്ടത്. കൂടുതൽ ഇതിന് പങ്കെടുക്കാണ് വേണ്ടത്. പ്രായാവും തോറും ഞാൻ കുയ്യിക്കാല പോണ് പഠിച്ചോനെ,
ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. പ്രായം കൂടുന്തോറും അടി വരികയാണ്, പ്രായം കൂടുന്തോറും ഉടായ്പ് കാണിക്കുകയാണ്. അള്ളഹാനോട് റസൂലിനോട് ഉടായ്പക്ക് വയ്യ. അത് അള്ളാന്റെ പരീക്ഷണാണ്. നീ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് സുഖമില്ല, അവിടെ സുഖമില്ലെങ്കിലും കെട്ടിമറിഞ്ഞ് ചെയ്യിച്ച് പള്ളിയിൽ പോ. അസുഖാണെങ്കിലും ശരി, നീ അള്ളാന്റെ മാർഗത്തിൽ നീ ത്യാഗം ചെയ്യും. എത്രയോ പ്രതിഫലം എനിക്ക് അള്ളാഹു നൽകും. വാർദ്ധക്യം അള്ളാന്റെ പരീക്ഷണമാണ്, ആരോഗ്യവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈദുൽ അദ്ഹക്ക് പറയാനുള്ള, എനിക്ക് നിങ്ങൾക്ക് ഒരാളെ സന്ദേശം, വയസ്സന്മാർ യുവാക്കളെ പോലെ ആവുക. യുവാക്കൾ എന്ത് ചെയ്യണം? ശുഹദാക്കന്മാരെ പോലെ ആവണം, ത്യാഗം ചെയ്യണം. അതാക്ക് പറയാനുള്ളത്. ഓരോരുത്തരും ത്യാഗം, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ഇബാദത്തുകളിൽ മുഴുകി ഖുർആൻ ഓതുന്ന വർദ്ധിപ്പിക്കും, ദിക്റുകൾ ചെയ്യുന്ന വർദ്ധിപ്പിക്കും, മശായിഖമാർ സദസ്സുകളിൽ പങ്കെടുക്കുന്ന വർദ്ധിപ്പിക്കും, അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത് എന്താ പറയാ, കൈയൊഴിഞ്ഞ് ദാനം ചെയ്യും. ഇങ്ങനെ നിങ്ങളെ കൂട്ടുകുടുംബാദികളോട് നല്ല ബന്ധം പുലർത്തി, സ്നേഹബന്ധം പുലർത്തി, കൂട്ടുകുടുംബാദികളോട് നിങ്ങൾ റഹ്മ ചെയ്യും, കുടുംബബന്ധം പുലർത്തണം. മനസ്സിലാവണ്ട? ഇന്ന് ചില ആളുകൾ പറയാൻ, ചില ആളുകളുണ്ട്, അത് ത്വരീഖത്തിന്റെ പേരിലായാലും വേണ്ടില്ല, എന്തിന്റെ പേരിലായാലും വേണ്ടില്ല, ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ ഇത്ര സ്വലാത്ത്, പെരുന്നാളിന് ഇത്ര സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര പ്രതിഫലമുണ്ട്, പെരുന്നാളിന് ഇന്ന ദിക്ർ 360 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രതിഫലമുണ്ട്, പെരുന്നാളിന് എന്താണ് നിങ്ങൾ വിചാരിച്ചത്? മുത്തനബി പറഞ്ഞ് പെരുന്നാൾ നിങ്ങൾ കുടുംബം പുലർത്തിയാൽ കൂടുതൽ പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ ശിഷ്യന്മാരെ കൊണ്ട് ഈ ദിക്റും സ്വലാത്തും വീട്ടിൽ വെച്ച് ചെല്ലിപ്പിച്ചിരുന്ന ഏത് കുടുംബബന്ധം പുലർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യാണ് എടുത്തു മാറ്റുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനാ പ്രാധാന്യമുള്ള, അതിനാ പ്രതിഫലമുള്ളത്. അതിന്റെ അപ്പുറം ഒരാൾ ഒരു പതിനത്തും പറയണ്ട. അത് നിങ്ങൾ സ്വപ്നത്തിലൂടെ എവിടുന്ന് വന്നാൽ നിങ്ങളെ പാടായി. ഇവിടെ മുത്തുനബിയാണ് വലുത്, ഇവിടെ മുത്തുനബിയാണ് വലുത്. മനസ്സിലാവണ്ട? അപ്പൊ അങ്ങനെ ഓരോ ഇബാദത്തൊന്നും കാര്യമില്ല. നമ്മൾ കുടുംബബന്ധം പുലർത്തണം. ഒരാളൊരു പിണങ്ങിയെടുക്കാൻ പാടില്ല, ഒരാളായിട്ട് പിണങ്ങിയെടുക്കരുത്. നമ്മുടെ കുടുംബാദികളായിട്ട് തീരെ പിണങ്ങാൻ പാടില്ല. അതൊക്കെ മനസ്സിൽ മാറ്റണം. എല്ലാവരോടും ഇണങ്ങണം, എല്ലാവരെയും സ്നേഹിക്കണം, കാരുണ്യം ഉണ്ടാവണം എല്ലാവരോടും. ആരോടും വെറുപ്പ് കാണിക്കരുത്, കാരുണ്യം ഉണ്ടാവും. ഇന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്ന അറിയോ? നന്മ ഇട്ട് തരും അല്ലാഹു തആല. അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ അല്ലാഹു തആല നിങ്ങളെ മനസ്സ് കുടുസാക്കി തരും. മനസ്സിന് നമ്മളെ ഖൽബ് അല്ലാഹു കട്ടി കൂട്ടും. എന്നിട്ട് ഈ മൃഗങ്ങള് കാട്ടിൽ ഇങ്ങനെ അലഞ്ഞ് അവരുടെ ഇരക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിയുന്നത് പോലെ നമ്മളിങ്ങനെ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ മുഴുകിക്കൊണ്ട് അതിൽ ചിന്തയിലായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയും. നിസ്കരിക്കുമ്പോ വരെ അതിലൊരു ഏകാഗ്രത കിട്ടൂല. ഇബാദത്ത് ചെയ്യുമ്പോഴും ദിക്ർ ചെയ്യുമ്പോഴും അതിലൊരു സുഖം കിട്ടൂല. മനസ്സിലാവുണ്ട? അപ്പൊ അതുകൊണ്ട് മനസ്സിലായിക്കോളി. പ്രായങ്ങൾ കൂടി വരുമ്പോ ഇന്നെ പോലുള്ള ആളുകള് മനസ്സിലായിക്കോ, പ്രായങ്ങൾ ഇങ്ങനെ കൂടി വരാണ്. 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, എനിക്ക് 48 വയസ്സായി, കഴിഞ്ഞു വരികയാണ്. ഈ കഴിഞ്ഞു വരുമ്പോ വയസ്സ് നിങ്ങൾ എന്ത് വിചാരിച്ച്? യൂസുഫ് ആക്കാന്റെ അതേമാതിരി ആവണമെന്ന് വിചാരിച്ച? ഇല്ല, 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൂട്ടിക്കോളി. ഇപ്പൊ അധികമൊന്നുമില്ല, ഇങ്ങനെ വരികയാണ്, താടി നരച്ചു വരികയാണ്. അതുകൊണ്ട് എനിക്ക് ക്ഷീണാണ്. പണ്ടത്തെ മാതിരി ഇബാദത്തിന് വയ്യ, പറ്റൂല. ഇബാദത്ത് വർദ്ധിപ്പിക്കാണ് വേണ്ടത്, നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കാണ് വേണ്ടത്. എന്തിനാണിത് പറയണെന്ന് അറിയോ? എനിക്ക് നിങ്ങളെത്തുന്ന ഒന്നും കിട്ടാനില്ലതുകൊണ്ട് ഈറ കിട്ടുള്ളൂ. എനിക്കറിയാം. 10 ഉറുപ്പ്യ തരാൻ ഉദ്ദേശിച്ച ഒരു 5 ഉറുപ്പ്യ ഒതുക്കും. എനിക്കറിയാം. 500 ഉറുപ്പ്യ അധികം തരാൻ ഉദ്ദേശിച്ച ഒരു 100 ഉറുപ്പ്യ ഒതുക്കും. കാരണം ഇന്ന് കൊടുക്കരുത് ഉസ്താദിന്, കാരണം ഇന്ന് നമുക്ക് നല്ല പണിയാ നിൽക്കണ്. സഹോദരന്മാരെ, എന്നാലും വേണ്ടില്ല, നിങ്ങൾ 100 ഉറുപ്പ്യ എന്തെങ്കിലും വേണ്ടില്ല. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100-നെക്കാട്ടും നിങ്ങൾ 500-നെക്കാട്ടും കോടികളെക്കാട്ടും ഏറ്റവും വലിയ പ്രതിഫലം അള്ളാന്റെ അടുത്ത് കിട്ടും. ഈ നജിര ഇല്ല അലല്ലാഹ്, അള്ളാഹുൽ നിന്നല്ല പ്രതിഫലം ഇല്ല. സഹോദരന്മാരെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ ന്യൂനതകളെ കണ്ടെത്തി അത് കണ്ടെത്താൻ പരിശ്രമിക്കണം. അതേത് തിരക്കുള്ള പണിന്റെ ഇടയിലും വേണ്ടില്ല. അതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് എങ്ങനെ അള്ളാന്റെ ആളാകാൻ പറ്റും? വേദിയും സംസാരിക്ക്. എൻ്റെ അടുത്ത് ആര് വന്നാല് എന്തേലും പറയണ്ട, ഒന്നുമില്ല. കാരണം എന്താ? ഒന്നുമില്ല. അതുകൊണ്ട് നന്മ വല്ലതും ഉണ്ടെങ്കിലല്ലേ നന്മ വല്ലതും ചോദിക്കാണ്ടാവുള്ളൂ. നന്മന്റെ തരി ഉള്ളിൽ വേണ്ടേ? എന്നാൽ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല. കാരണം എനിക്ക് അതൊക്കെ ക്ലിയർ ആണ്. ഇവിടെ തിന്മ നിങ്ങൾ കണ്ടെത്ത്, എന്നിൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തെന്ന് ഉസ്താദിനടുത്ത് വന്ന് ചോദിക്കും. ഇതാവുന്നില്ല. എന്റെ നിസ്കാരം, എന്റെ നോമ്പൊക്കെ ഞാൻ ധാരാളാണ്. മനസ്സിലാവുണ്ടോ? ധാരാളമല്ല മക്കളെ.
ഇവിടെ ഇബാദത്തുകൾ എത്രയോ കുന്നോളം ഇബാദത്ത് ചെയ്ത ഷാഫി ഇമാം റഹ്മത്തുള്ളാഹിനെ പോലെ മഹാന്മാരായ ഔലിയാക്കൾ മശായിഖന്മാരെ പോലുള്ള ആളുകൾ അവര് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാണ് കരഞ്ഞുകൊണ്ടിട്ട് അവർ നടക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നും ചെയ്യാതെ നേരെ സ്വർഗത്തേക്ക് അസ്രാ അലൈഹി സ്വലാം ഇന്നിങ്ങനെ VIP പോലെ കൊണ്ടുപോകുന്ന വിചാരിച്ച് നടക്കുക. പേടിച്ചോളി, അല്ലാഹു തആലയുടെ അദാബ് വരുന്ന തൊട്ട് സൂക്ഷിച്ചോളി. ഒരിക്കലും മരണത്തിനെ പേടിക്കരുത്, ഒരു സൃഷ്ടിയെ പേടിക്കരുത്, ഒരാളെയും പേടിക്കരുത്. നമ്രൂദും കിങ്കരന്മാരും എത്ര വലിയ ശത്രുക്കളാണ്. അവരെല്ലാവരും പേടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റക്കായിരുന്നു. മോഡിനെ പേടി, മറ്റേതിനെ പേടി. ആരാണത്? അമീദ് ഷാ, അബൂബക്കർ ഷാ, അമീദ് ഷാനെ പേടി. നിങ്ങൾക്ക് പേടില്ലാത്തത് ആരാണ് പേടി? ഓലിപ്പോ ആകെ പേടിച്ചടക്കാണ്. അവർ ഭരണത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് അവർ ഭരണം കിട്ടിയായിരുന്നെങ്കിൽ അവർക്ക് പലതും ചെയ്യാമായിരുന്നു. ഇനി അവർ തോറ്റ് എതിർപക്ഷത്താണെങ്കിലും ഇവിടെ ആകെ കൂടി കത്തി ചാമ്പലാക്കാമായിരുന്നു. ഇപ്പൊ കുടുങ്ങിപ്പോയി, ഒന്നും ചെയ്യാൻ വയ്യ. ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഓല് പോകും. അള്ളാഹു ചെയ്ത പണി നോക്കി ഓരെ കൊണ്ട് ഇരുത്തും ചെയ്ത് അവർ ഉദ്ദേശിച്ചത് പറ്റൂല. അത് അള്ളാഹ് ചെയ്ത പണി നമ്മൾ വിചാരിച്ച അള്ളാഹു താലാന്റെ കണ്ണിങ് നോക്കി നമ്മൾ വിചാരിച്ചു ഓര് തായർക്കണം. ഓര് തായർക്കിയാലാണോ നമുക്ക് ചുട്ടു ചാമ്പലാക്കോല് ഇഷ്ടമുള്ളൊക്കെ ചെയ്യാലോ ഓൽക്ക്. പക്ഷെ ഓലിപ്പോ ഭരണത്തിലാണ്. മറ്റു നായിഡും കൂയിടും ഒക്കെ പറഞ്ഞെന്ത്, കോവിഡൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ നിബന്ധന അനുസരിച്ച് ഭരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ പോവും. അങ്ങനെ പോയി കഴിഞ്ഞ് ഇവര് വീണ്. മനസ്സിലായ? ഇവരെയാണ് നിങ്ങൾ പേടിച്ചെടുത്തിരുന്നത്. ഇങ്ങനെ നല്ലൊരു അള്ളുണ്ടായിട്ട് നിങ്ങൾ എന്തിനീ സൃഷ്ടികളെ പേടിക്കണേ? ആരെയും പേടിക്കാൻ പാടില്ലടോ. പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുമ്പോ നിങ്ങളെ തലണ്ടത് വെട്ടിപ്പോയിക്കോട്ടെ, ഷഹീദാവാ. എന്തിനാണ് ഈ പേടിക്കുന്ന കുഞ്ഞാടുകളെ? എന്തിനാണ് ഈ പേടിച്ചുള്ള ജീവിതം? ടിപ്പു സുൽത്താൻ പറഞ്ഞ പോലെ പൂച്ചയെ പോലെ 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പുലിയെ പോലെ ഒരു നിമിഷം ജീവിച്ചൂടെ സൈനുദ്ദീനെ? അതല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായി ഉറങ്ങ, ധൈര്യമായി എഴുന്നേൽക്ക്. ഏതെങ്കിലും ഒരു രാത്രിയിലോ പകലിലോ ധീരമായിട്ട് ഈ കെലിമയിൽ മരിക്കാൻ പറ്റുക. അതാ ഒരു മുസ്ലിം. അതല്ല റസൂലുള്ളാഹിന്റെ ഉമ്മത്തി, അതല്ല സിദ്ദീഖ് റളിയല്ലാഹു അനുയായി, അതല്ല ഉമർ റളിയല്ലാഹു അനുയായി, അതല്ല ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അനുയായി, അതല്ല അലിയാരി തങ്ങളെ മുരീദ്, മോദിൻ ശൈഖിന്റെ മുരീദ്, ഖാജാന്റെ മുരീദ്, നൂനിഷാ തങ്ങളെ മുരീദ്. ഈ പേടിച്ചിട്ട് ധൈര്യമായിട്ട് നടക്കടോ. നമുക്ക് ഒന്നിച്ച് പോവാ. മനസ്സിലാവണ്ട? ധീരമായിട്ട് ജീവിക്ക്. ഈമാന്റെ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഈമാൻ ഉണ്ടാക്കാൻ നോക്ക്. ഓരോരുത്തരും പറയണം, ഖാൻകാവൊന്നും വേണ്ടതിന്. ഓരോരുത്തരും ഉപദേശിക്കാൻ പറ്റണം. നിങ്ങളെ കൂടെ ഉള്ളവർക്ക് ഈമാൻ പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നോക്ക്, സംഘടനയൊക്കെ അടുപ്പിക്കണ്ട. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അള്ളാഹിനോടുള്ളൊരു ഈമാൻ അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടും. അപ്പൊ ആദ്യം നമ്മൾ അള്ളാഹിന്റെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അള്ളാഹിനോടുള്ള ഈമാൻ വർദ്ധിപ്പിക്കാൻ നോക്കും. മശായിഖന്മാര് അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സഹവസിക്ക് അപ്പൊ നമുക്ക് അവർക്കുള്ള ഈമാൻ അള്ളാഹു തആല നൽകും. ഇതാണ് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന വിഷയത്തിൽ എല്ലാം ത്യജിക്കാൻ തയ്യാറാവും. നമുക്ക് നമ്മുടെ നബിയാണ് വലുത്, നമ്മളെ നബിയാണ് വലുത്. നമ്മളെ നബി പറഞ്ഞതിന്റെ അപ്പുറം ഒരു നേതാവ് പറഞ്ഞാലും, മുസ്ലിം നേതാവ് പറഞ്ഞാലും, നബി പറഞ്ഞതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മളെ ശൈഖ് പഠിപ്പിച്ചെന്നാണ് പറഞ്ഞത്, 100 ശതമാനം പഠിപ്പിച്ചെന്നാ പറഞ്ഞത്. നമ്മളെ നബി പറഞ്ഞത് നമ്മൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്ത് ബാഹ്യവും ആന്തരികവും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ച അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഇർഫഅ ദറജാതി ജമീഅ മശായിഖനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ ഖബൂൽ ചെയ്യണമേ. അല്ലാഹ് ഞങ്ങൾ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തിറണമേ. അല്ലാഹ് അഭിമാനത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാനും അഭിമാനത്തോടെ നീ തൃപ്തിപ്പെടുന്നതിൽ മരിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹ് അതിനുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, സൃഷ്ടികളെ മുന്നിൽ നിന്ദ്യരാവുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരന്മാർ പലയിടത്തും, പലസ്തീനിലും പലയിടത്തും ഞങ്ങളെ മുസ്ലിം സഹോദരന്മാർ സഹോദരികളും വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട്, പീഡനം അനുഭവിച്ചുകൊണ്ടുണ്ട് റബ്ബേ. അല്ലാഹു അവരെ അവരുടെ ശത്രുക്കളെ ഷെറിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണമേ. അല്ലാഹ് ശത്രുക്കൾക്കെതിരെ അവർക്ക് വിജയം നൽകണമേ. അല്ലാഹ് സ്വാതന്ത്ര്യം നൽകണമേ. അല്ലാഹ് അവർക്കും ഞങ്ങൾക്കും തമ്പുരാനെ നിന്റെ ദീനിന്റെ ശത്രുക്കൾ ഷെറിൽ നിന്നും കാവൽ നൽകണമേ. അല്ലാഹ് സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹ് ആരോഗ്യത്തുള്ള ദീർഘായുസ് നിന്റെ തൃപ്തിയിലായി നൽകണമേ. അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ
اللهم اغفر لجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹ്, ഞങ്ങൾക്കും പുറത്തു തരണമേ അല്ലാഹ്. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بجاه سيدنا محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.